ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതാഞ്ജലി എല്ലാവർക്കും പ്രിയപ്പെട്ട എഴുത്തുകാരി. ഒന്ന് മിണ്ടിയാൽ, ഒന്ന് കണ്ടാൽ, ഒന്ന് മിണ്ടിയാൽ ആ ചിരി മുഖാമുഖം ഒന്ന് ചിരിച്ചാൽ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഈ ഒരു മുഖം, സ്വന്തം വീട്ടിലെ ഒരു കുട്ടി, സ്വന്തം വീട്ടിലെ പെൺകുട്ടി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഷിജി ഗിരി ആണ് ഗീതാഞ്ജലി വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഗീതാഞ്ജലി ഞാൻ കാണാറുണ്ട്. ഗീതാഞ്ജലിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഗീത ചേച്ചിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും പ്രവാസ ലോകത്തുള്ള ഒരുപാട് നല്ല നല്ല എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നു, വളർന്നു വരുന്ന എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണ്. അപ്പോൾ ഒരുപാട് അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എല്ലാ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. സത്യത്തിൽ ഈ ഒരു ചൂടത്ത് ഷാർജയിൽ നിന്ന് എന്നെ ഇവിടെ ദുബായിലേക്ക് തേടി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിലൊരു അഭിമാനം ഉണ്ടെങ്കിലും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് അറിയാം. കാരണം ഷാർജ ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ചൂടും ഒക്കെ തരണം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ എത്തിയത്. അല്ല, ആ പറഞ്ഞത് ശരി തന്നെയാണ്. എന്താ വെച്ചാൽ ലീവ് ദിവസമാണ്, പിന്നെ ട്രാഫിക് കൂടുതലുണ്ട്. എങ്കിലും ഷിജി അത് അർഹിക്കുന്നുണ്ട്. അതാണ് ഷിജിയെ തേടി എത്തിയത്. ഒരുപാട് അഭിമാനം തോന്നുന്നു. ശരിക്കും നമ്മുടെ അക്ഷരങ്ങളാണ് നമ്മളെ തേടി വരാനുള്ളൊരു കാരണം. അക്ഷരങ്ങൾ തന്ന സൗഹൃദങ്ങൾ, അക്ഷരങ്ങൾ തന്നിട്ടുള്ള ഓരോ ബന്ധങ്ങൾ, അതൊക്കെ അവസരങ്ങൾ, അക്ഷരങ്ങൾ തന്നിട്ടുള്ള വലിയ വലിയ അവസരങ്ങൾ. അതിൽ ഒരു വലിയൊരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു ഗീതാഞ്ജലി, ഗീത ചേച്ചിയും ഷാജിയേട്ടനും ഒക്കെ കാണുന്നത്. എല്ലാവിധ ആശംസകളും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കുറേ നാളിപ്പോൾ നാട്ടിൽ നിന്നു അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട്? അതെ അതെ, കുറേ നാൾ. എത്ര ഉണ്ടായിരുന്നു? ഞങ്ങളൊരു 4 മാസത്തോളം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു കുറച്ചിടയ്ക്ക്. അപ്പോൾ സത്യത്തിൽ അത് ഗിരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത്രയും വലിയൊരു ഗ്യാപ്പ്, ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് കെട്ടി ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു സ്വപ്നമാണ്. സത്യത്തിൽ ഈ ഒരു 4 മാസം എന്ന് പറയുന്നത് ഞങ്ങളത് എൻജോയ് ചെയ്യായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പോവാനും ഈ വീക്കെൻഡിൽ വണ്ടിയെടുത്ത് അങ്ങനെ അമ്മേനെയും കൂട്ടി, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അല്ല, അത് വളരെ നല്ലൊരു കാര്യം. എന്താ പറയുക, ഇപ്പം നമ്മൾ ഗൾഫുകാർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പോകുന്നതിന് മുന്നേ ഇവിടെ ഇല്ലവർ തന്നെ പ്ലാൻ ചെയ്യും. അതെ, നമുക്ക് അവിടെ കാണാം, നമുക്ക് ഇവിടെ കാണുന്നവർ സ്ഥിരം. എന്നിട്ട് പിന്നെ അവിടെ ഇവിടെ എത്തി അവർ തമ്മിലുള്ള ഒരു കറക്കം. അതായത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പറഞ്ഞ നാട്ടിൽ പോയാൽ നമ്മൾ കാണാത്ത നാട്ടുകാരെ കാണല്ലേ, ഇതുപോലെ പല സ്ഥലങ്ങൾ കാണല്ലേ. അത് സത്യത്തിൽ സന്തോഷം തോന്നി എനിക്ക്. ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ സാധാരണ എന്താ വെച്ചാൽ കുറേ കാലം കൊണ്ട് യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ കുട്ടികളുടെ പഠിത്തം, അതേപോലെ വീട്ടിലുള്ള കുറേ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ആക്ച്വലി ഈ ഒരു എല്ലാത്തിനും എന്തെങ്കിലും ഒരു നല്ല വശം കാണണമല്ലോ നമ്മൾ. എല്ലാം പ്രശ്നങ്ങളായിട്ട് കാണാതെ ഈ ഒരു പ്രശ്നം മറ്റൊന്നിന് നല്ലതാണ് എന്നുള്ളത് രീതി, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമായി. അപ്പം അതുകൊണ്ട് മൂകാംബികയും ഉടുപ്പിയും, എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളാണ് കുറച്ചധികം പോയിട്ടുള്ളത്. പോവാൻ ആഗ്രഹിച്ചിട്ടുള്ള ചിദംബരം, കുംഭകോണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. ശ്രീരംഗം, പിന്നെ മോള് പഠിക്കുന്നത് അവിടെ ആയതുകൊണ്ട് ആ വഴി അങ്ങനെ കുറച്ച് അങ്ങനെ പോയി. എന്തായാലും യാത്രകൾ ഇപ്പോൾ എന്താ പറയാ, യാത്രകൾ തരുന്ന ഒരു ഉന്മേഷമുണ്ട്. നമ്മളൊരു പുസ്തകം വായിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു പുതുമയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ. അത് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാളും അതേ വഴിയിലേക്കൂടെ കുട്ടികൾ അല്ലേ? അതെ, യാത്രകൾ അതെ അതെ അതെ. അല്ല, യാത്രകൾ എന്നല്ല, ഇപ്പൊ അമ്പലത്തിൽ പോകാണെന്നുണ്ടെ മക്കളും അതിനോടുകൂടി. മറ്റിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. വെറും അമ്പല സന്ദർശനം മാത്രമാകുമ്പോൾ അവര് അയ്യോ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് ചോദിക്കണ്ട, അപ്പുവൊക്കെ ചോദിക്കും, അമ്മയും അച്ഛനും ഏത് നേരം അമ്പലം.
പക്ഷെ ഞങ്ങള് ആദ്യത്തെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്, അവർക്ക് ഇനിയും കാലങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോവാം. പക്ഷെ നമുക്ക് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങള്, സത്യം. അപ്പൊ അതൊക്കെ ഒന്ന്, കാരണം ഇനി അങ്ങോട്ട് പ്രായം ചെല്ലുന്തോറും നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പോയി വന്നാല് നമുക്ക് ആ ഒരു സമയത്ത് ഓർക്കാലോ. ഇപ്പൊ നമ്മൾ ഈ പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രണയിക്കാത്ത ആളുകള് പിന്നെ നഷ്ടപ്രണയത്തിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതേപോലെ നമ്മൾ പോയ വഴി എന്താണെന്നുള്ളത് അത് ഓർത്തു വെക്കാൻ ഒരു കാലം നമുക്ക് മുന്നിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഓർക്കാൻ കുറേ യാത്രകള്, അതാണ് സത്യം. ഷിജിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, ഷിജിനെ ഫേസ്ബുക്കിൽ കണ്ടു വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ പ്രവീണിന്റെ അടുത്താ ചോദിക്കുന്നത്, പ്രവീൺ പാലക്കലിന് ആരാണ് എന്നുള്ള എന്തോ എനിക്കൊരു അങ്ങനെ ഉണ്ടല്ലോ ചിലവരുടെ അടുത്തൊരു അടുപ്പം മനസ്സാലെ നേരിട്ട് കാണാനുണ്ട്. അങ്ങനെ പ്രവിയാണ് കൂടുതൽ ഷിജിനെ കുറിച്ച് പറയുന്നത്. സൗഹൃദത്തിനെ കുറിച്ച് പറയുമ്പം പ്രവീൺ പാലക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കിവിടെ ദുബായിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ്. എൻ്റെ ആദ്യത്തെ എഴുത്തിൽ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഒരു സഹോദരനാണ്. അപ്പോൾ ഗീത ചേച്ചീനെ ഞാൻ ആദ്യം കാണുന്നത് എനിക്കൊന്ന് ബിന്ദു ചേച്ചീൻ്റെ പുസ്തക പ്രകാശനത്തിനോ ഗീത ചേച്ചീനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അന്നത്തെ ദിവസം ആണ് ആദ്യമായിട്ട് കാണുന്നത്, ഇങ്ങനെ ഒരാള് നേരിട്ട് കാണുന്നത്. പക്ഷെ അന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫോട്ടോയിൽ പെട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം നമ്പർ കിട്ടുകയും ഇടയ്ക്കിടയ്ക്കുള്ള ഒരു, എപ്പോഴും സംസാരിക്കാറില്ല, എപ്പോഴും കാണാറില്ല, എന്നാലും ആ ഒരു എന്തോ ഒരു മനസ്സ് തമ്മിലുള്ള ഒരു ചേർത്ത് നിർത്തല്, അത് ഞാൻ നല്ലോണം അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ഞാൻ നാട്ടിൽ നിന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ഗീത ചേച്ചീൻ്റെ ആ ഒരു വോയിസ് എനിക്ക് ഭയങ്കര ഒരു, എന്താ പറയുക, അത് ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചേർത്ത് നിർത്തൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു, എന്താ പറയുക, രസമുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എന്ന് വെച്ചാൽ ആ ഒരു രസം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അനുഭവം, ആ ഒരു ചേർത്ത്, അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എവിടെയാണ്, എന്താണ്, എങ്ങനെ, എപ്പോഴാണ് ഒന്നും ചോദിക്കാറില്ല. അതങ്ങനെ എനിക്ക് ആഗ്രഹമുള്ള ആ ബന്ധം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അകലം. അതെ അതെ, അല്ല അതുകൊണ്ടാണ് കണ്ടമാനം വിളിക്കാത്ത. എന്താണ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ എന്ത് ബന്ധമാണെങ്കിലും അത് സുഹൃത്തുക്കളായിക്കോട്ടെ, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, എപ്പോഴും നമ്മളെ മുഴുവനായി തുറന്നു കൊടുക്കരുത് അവർക്ക് മുന്നിലേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എപ്പോഴും നമ്മൾ അവർക്കൊരു പുതുമയായിട്ട് നിൽക്കണം. അപ്പോഴാണ് ആ സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ അതിനൊരു പുതുമയും അവർക്ക് എപ്പോഴും നമ്മളടുത്തേക്ക് എത്തണം എന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളെ എല്ലാ കഷ്ടപ്പാടും എല്ലാ ദുരിതങ്ങളും നമ്മളെന്താണെന്നുള്ളതും ഒക്കെ ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അധികം ജീവനില്ലാതെ അങ്ങ് പോകലാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഒരു വിളിക്കപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കാനും ഒക്കെ ഓടി വരാനും ഒക്കെ ഉള്ള ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. പക്ഷെ അവരെയൊക്കെയും ഞാനൊരു ഈ പറഞ്ഞ മാതിരി ഒരു ലക്ഷ്മണരേഖ ഉണ്ട്, അതിനുള്ളിലേക്ക് ഞാൻ അങ്ങനെ വരുത്താറില്ല എന്നുള്ളത്. അതൊരു തെറ്റായിട്ടല്ല, അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അത് എൻ്റെ ഒരു രീതിയാണത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പല ഈ സൗഹൃദങ്ങൾ തമ്മിലുള്ള അടിപിടികളൊക്കെ പലരും പറയുന്നത് കേൾക്കുമ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, എനിക്ക് അംഗൻവാടി മുതലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ച ശശിയും പിന്നെ മോഹു എൻ്റെ അംഗൻവാടി സുഹൃത്തുക്കളാണ്, അവരിപ്പോഴും ഉണ്ട്. അതേപോലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള നീതിയാണെങ്കിലും മിനിയാണെങ്കിലും ഫൗഷാദും സുനീറും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്ന വിജോഷും സുധീറും വിനീതയും രജനിയും ഒക്കെ ഇപ്പൊ ദുബായിലാണെങ്കിലും നിറയെ സൗഹൃദങ്ങളെ കൊണ്ട് ഓരോ പുസ്തകോത്സവത്തിനും പുതിയ പുതിയ ആളുകളെ കാണും, അല്ലാതെ ഓരോ ഗ്രൂപ്പുകളിലുള്ള. അപ്പം ആ സൗഹൃദങ്ങളൊക്കെയും നമ്മളുടെ പേര് കേൾക്കുമ്പോൾ ഒരു ചിരി ഉണ്ടല്ലോ, ഒരു നല്ല ചിരി, അവരെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അത് ശ്രമമല്ല, അത് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ സത്യസന്ധമായി അവരെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് വിശന്നുണ്ണണം, മറന്ന് കാണണം. മറക്കൂല എങ്കിലും പറയുന്ന ആ ഒരു ആ ഒരു സംഭവം മറക്കില്ല. ഞാൻ പറയാന്ന്, എപ്പോഴും കണ്ട്. ഇന്നിപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരുന്നു, ചായ കുടിച്ചു, സംസാരിച്ചു. നാളെ ഇതിലേക്കൂടെ ഒന്ന് പോകുമ്പോ ഷിജിന്റെ അടുത്ത് കയറാം, പിന്നെ മറ്റന്നാള് അപ്പൊ എന്ത് ഗീത ചേച്ചി എന്നുള്ള ഒരു മറ്റു നീ ഇപ്പൊ ഇന്ന് കണ്ടു,
ഇനിയിപ്പോ പുസ്തകോത്സവത്തിൽ എവിടെയും വെച്ച് കാണുന്ന കുറച്ച് ഇന്നത്തെ കാര്യം നമുക്ക് അന്ന് ബാക്കി പറയാം. അതൊരു സുഖമല്ലേ? അതെ അതെ, ശരിക്കും ഈ ഒരുപാട് ദൂരെ നിന്നാലും ഒരുപാട് മനസ്സുകൊണ്ട് അടുപ്പമുള്ള സൗഹൃദങ്ങളുണ്ട്. നമുക്കൊരു നമ്മുടെ മനസ്സറിയുന്ന കുറെ സൗഹൃദങ്ങൾ അല്ലേ? അപ്പൊ അതിലൊരാളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഗീതേച്ചി. കാരണം നമ്മളെ മനസ്സൊന്ന് വേദനിക്കുമ്പോ അത് പെട്ടെന്ന് അത് എത്ര ദൂരെ ഇരുന്നാലും ഒരു കോളല്ല ഒരു വോയിസിൽ വരും. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ടീച്ചറുണ്ട്, ഉമ്മ ടീച്ചർ. ഞാൻ ഭയങ്കരമായി വേദനിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറോ കാണാറോ അങ്ങനെയൊന്നുമില്ല, എന്നാലും എനിക്കൊരു മെസ്സേജ് ആ ഒരു സമയത്ത് അതെങ്ങനെ വരുന്നു എനിക്കറിയില്ല. അങ്ങനെ ഞാനത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു സ്വത്ത് എന്ന് പറയുന്നത്, അതെ, എനർജി എന്ന് പറയുന്നത്. പിന്നെ ഷിജിയോട് ഒരു കാര്യം, ഷിജി എന്ന് പറയുമ്പം മഴയെ പ്രണയിക്കുന്ന ഒരു പെണ്ണ്. മഴയെന്ന് പറയുമ്പം ആ ഒരു മഴക്കാലത്ത് ആ ഒരു എന്താ പറയുക കൗമാരത്തിലേക്കുള്ള തുടക്കത്തിൽ ഒരു മഴ സമയത്ത് നിൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്ന ഏതോ ഒരു കാര്യമായ പ്രണയമുണ്ട്. അതാണ് ഈ മഴയും ഇതുമായിട്ട് എപ്പോഴും പക്ഷെ അതാരാന്ന് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ തുറന്നു പറയണ്ട. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കല്ല, ഒരു ആകാംക്ഷ എന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ കിടക്കട്ടെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. എന്തെങ്കിലും പറയണെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ വയനാട്ടിലാണല്ലോ, ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് മഴയില്ലാത്ത ഒരു കഥയും ഇല്ല. സന്തോഷത്തിലും സങ്കടത്തിലും സ്വപ്നം കാണുന്നതിലും ഒക്കെ മഴ എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പോൾ പ്രണയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ആ പ്രണയം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വരണ്ടുപോയ എന്തോ ഒരു ഭൂമിയായി പോയനായിരുന്നു ഇപ്പോൾ. അപ്പം ഞാനത് ഗിരിയേട്ടനോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു നല്ല പ്രണയം ഉണ്ടായിരുന്നു. അത് ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പിന്നെ അവിടേക്ക് ഈ സ്വത്തും സമ്പാദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്ന സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാ വെച്ചാൽ ബാലജന സഖ്യത്തിൻ്റെ പിന്നെ മേഖലാ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം എനിക്കിങ്ങനെ സ്ത്രീധനത്തിനോട് അങ്ങനെയുള്ള നമുക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് കേൾക്കുന്നത്, നല്ല നല്ല വലിയ വലിയ ആളുകളുടെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ഒരിക്കലും എനിക്ക് സ്ത്രീധനമൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുന്നതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രണയം എനിക്ക് പ്രണയം മാത്രമായിരുന്നു, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കും പ്രണയം മാത്രമായിരിക്കാം. പക്ഷെ അത് ഒരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നമ്മളുടെ ആ ഒരു ഇത് പോരാ എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അതിൽ ഞാനൊരു തെറ്റും പറയുന്നില്ല, അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഒരു പ്രണയിക്കാൻ വളരെ എന്താ പറയുക രസമുള്ള സമയമാണ്. നമ്മളെ ലൈഫിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു വികാരം. നമുക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്, നമുക്ക് സങ്കടം വരുന്നുണ്ട്, നമുക്ക് നിരാശ വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രണയമുള്ള ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ പ്രണയമുള്ള ആളുടെ ഒരു മുഖത്തേക്ക് നോക്കിയാൽ ഉണ്ടാവുന്ന ഒരു ചൈതന്യമുണ്ട്. അത് വേറെ എന്ത് ഉണ്ടായാലും ആ ഒരു തിളക്കം കിട്ടില്ല. നമ്മുടെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ പ്രണയിക്കപ്പെടുന്നവളുടെ മുഖം എന്താ പറഞ്ഞത്, ചെറിയൊരു റോസ് കളർ അടിക്കുന്നുണ്ടോ, പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രണയം ഇല്ലാതെ എനിക്ക് ജീവിക്കാം. അല്ല, പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെ മുഖം കാണുമ്പോ ചുരുള മുടിയും കണ്ണുകളിൽ കാണുമ്പോ എവിടെയോ ആ ഒരു ബന്ധത്തിൽപ്പെട്ട. ഞാനപ്പോ എപ്പോഴും തമാശയായിട്ട് പറയുന്നതാണ്. കാരണം മാധവിക്കുട്ടി എന്ന് പറയുന്നത് എവിടെയോ നിൽക്കുന്ന എത്രയോ വലിയൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഫോട്ടോ ഇടുന്ന സമയത്ത് പലരും അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് എഴുതുന്നത് ആമിയാണോ മാധവിക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഉഷ ചേച്ചി ചോദിച്ചിട്ടും ഞാൻ പാവ ഷിജിയാണെന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അപ്പം അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയും വലിയൊരു എഴുത്തുകാരിയുടെ മുഖച്ഛായ സംഭവമാണല്ലോ. അപ്പൊ അതില് സന്തോഷമുണ്ട്. പക്ഷെ ആ ഒരു എഴുത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിയോടോ ഒന്നും അയൽപക്കത്ത് നിൽക്കാനുള്ള യോഗ്യതയെ ഇല്ലാത്തൊരു ആ ഒരു കുലത്തിൽ, ഈ എഴുത്തുകുലത്തിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന, ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിലാണ് എനിക്ക് എന്നെ അടയാളപ്പെടുത്താൻ തോന്നുന്നത്. അത് നല്ലതാണ്. അതെപ്പോഴും എത്ര ഉയർന്നാലും ആ ഒരു ചിന്താഗതി അങ്ങനെ നല്ലതാണ്.